അളിയാ പത്രമൊക്കെ പിന്നെ വായിക്കാം. എന്റെ കൂടെ ഒന്ന് വന്നേ. എന്താ? ഞാൻ വേറിട്ടൊരു കാഴ്ച കാണിച്ചു തരാം. ഒന്ന് വാ. വേറിട്ട കാഴ്ചയോ? ഇനിയിപ്പോ കുളിശീലങ്ങാനും ആണോ? വീഡിയോ എടുക്കുന്നതിന്റെ ഇടയിലാണ് നിന്റെ പല്ലു കണ്ടി കുട്ടിയുടെ മുഖം മുറിഞ്ഞ് പോയിസൺ അടിച്ച് പേടിച്ച് ചത്ത ആരുത്തരം പറയോടാ? തന്റെ ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഉള്ള പരവേശവും പരാക്രമം ഉണ്ടല്ലോ, അത് ഇന്നോട് അവസാനിപ്പിച്ചോണം. ഇല്ലെങ്കിൽ കൂടും കുടുക്കെടുത്ത് ഞാൻ കോടമാകത്തോട് പറഞ്ഞേക്കും. ഇതാ പറഞ്ഞത് ജനിക്കുന്ന പെണ്ണായിട്ട് ജനിക്കണമെന്ന്. ഓരോരുത്തന്മാർ രാവിലെ പാലും പഞ്ചാരം ചുണ്ടത്ത് വരട്ടിക്കൊണ്ടെങ്കിൽ ഇറങ്ങിക്കോളും. ഇവന്റെ മൊത്തത്തിലുള്ള പെരുമാറ്റം ഒരു മുതലാളിയുടെ മോന് ചേർന്നതല്ല. നീ സൂക്ഷിച്ചോ, ചെക്കൻ ഇത്തിരി ആക്രാന്തം കൂടുതലുള്ള കൂട്ടത്തിലാണ്. ഓക്കെ, ഇവിടെ ഭയങ്കര ഇതാട്ടോ, എല്ലാരും ഭയങ്കര ഫ്ലൈറ്റിംഗ് ഒക്കെയാണ്. ഞാനാണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺസെറ്റ് എല്ലാം കണ്ടിട്ട് ഇങ്ങനെ പോകുന്നത്. വല്ലാത്തൊരവസ്ഥയിലാണ്. ഞാനും അവസ്ഥയിലാണ്. നിനക്കെന്താ അവസ്ഥ? അല്ല, മുതലാളിയുടെ അവസ്ഥയാണല്ലോ എന്റെ അവസ്ഥ. ഈ വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ചിട്ട് കേറിയിട്ടുള്ളത് ആള് നോക്ക് ഇങ്ങനെ വന്നേക്കാ. എന്താലേ കുട്ടിക്കറിയോ, കേരളത്തിലെ ഒട്ടുമിക്ക പുരുഷന്മാരും ഒരു പ്രഷർ കുക്കർ പോലെയാണ്. ഇമാതിരി കോലങ്ങൾ കണ്ടാൽ ആ പ്രഷർ കുക്കറിന്റെ സമ്മർദ്ദം മൂത്ത് 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 അവസാനം നീരാവിയോട് കൂടി ഒരു വിസിലിംഗ് വരും. ഈ ഒരു വണ്ടിയിലാണ് ലിഫ്റ്റ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു പുള്ളിക്കാരനാണ് എന്നെ കിസ് ചെയ്യാൻ വേണ്ടിട്ടെല്ലാം വന്നത്. എവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ട് മഹിമ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതൊന്നും ഇവന്റെ പടിവാദന്റെ 5 അയലോത്ര പോയിട്ട്. വേറൊരു വണ്ടിയിലെ പുള്ളിക്കാരൻ എന്നോട് കിസ് ചോദിക്കുകയും ചെയ്ത്. അപ്പൊ ഇതുപോലത്തെ സിറ്റുവേഷൻസ് ഒക്കെ എനിക്ക് ഉണ്ടാവാറുണ്ട്. അത് കൊച്ചമ്മ പറയാതെ എനിക്കറിയില്ലേ. ഇതെല്ലാം ഹാൻഡിൽ ചെയ്യണമെന്ന് കുറച്ച് ഈസി അല്ല. പിന്നെ കുറെ യാത്രകൾ ചെയ്ത് അങ്ങനെ എക്സ്പീരിയൻസ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് എതിർക്കാനും എങ്ങനെ ഇതാക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇവളാള് കൊള്ളാമല്ലോ. ഏതായി കുട്ടി? ഏതാന്നറിയില്ലെങ്കിലും ഇഷ്ടായി. നമുക്ക് ഓരോ എക്സ്പീരിയൻസ് ഉണ്ടാവുമ്പോഴാണ് അടുത്തത് എങ്ങനെ പ്രതികരിക്കാൻ പറ്റുമെന്ന് മനസ്സിലാവാം. എനിക്ക് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. അപ്പൊ എല്ലാം ഓരോ എക്സ്പീരിയൻസ് ആണ്. പക്ഷെ ഒന്നും സംഭവിക്കാണ്ട് നോക്കാം, നമ്മള് തന്നെ നമ്മളെ നോക്കാം. വേറെ ഒന്നും ചെയ്യാനില്ല. ഏത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ച കെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും. ഇവിടെയുണ്ട്. അതാ ഈ അവതാരം.